ജമ്മുകാശ്മീരിൽ സൈനികർക്ക് നേരെ ഭീകരർ വെടിയുതിർത്തു. ഉദ്ധംപൂർ കത്വ മേഖലയിലാണ് ആക്രമണം. 4 ഭീകരർക്ക് വെടിയേറ്റതായി സൂചനയുണ്ട്. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ചേരുകയാണ്. ആർ.കെ. വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസത്തേതിന് തുടർച്ചയായിട്ടുള്ള തിരച്ചിലാണ് ഈ സോപൂർ അടക്കമുള്ള മേഖലകളിൽ നടന്നു വന്നത്. അതിനിടെയാണ് ഭീകരർ സൈനികർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെയും സൈനികർ നിന്നിരുന്ന മേഖലകൾക്ക് നേരെയും ഇന്നലെ രാത്രിയോടുകൂടി ആക്രമണം അഴിച്ചുവിട്ടത്. സൈനികർക്ക് നേരെ വെടിയുതിർക്കാനായിരുന്നു ശ്രമം. ഏതായാലും വളരെ ശക്തമായിട്ട് തിരിച്ചടി നൽകാനായിട്ട് സംയുക്ത സേനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഈ മേഖലയിൽ CRPF ആണ് കാവൽ നിൽക്കുന്നതെങ്കിലും കഴിഞ്ഞ കുറച്ച് നാളുകളുടെ സാഹചര്യങ്ങൾ വിലയിരുത്തിയതിന് തുടർച്ചയെന്നോണം സംയുക്ത സേന എന്ന രീതിയിലാണ് ഈ മേഖലകളിൽ തിരച്ചിൽ നടത്തുന്നത്. അതായത് പ്രാദേശികമായിട്ടുള്ള ജമ്മുകാശ്മീർ പോലീസിന്റെ കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സൈന്യവും CRPF-ഉം ആ മേഖലകളിലേക്ക് പോകുന്നത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട മേധാവിത്വം ലഭിക്കുന്നത് ഈ ജമ്മുകാശ്മീർ പോലീസിലെ ആളുകൾക്ക് ആ മേഖലയുമായി ബന്ധപ്പെട്ട് പരിചയമുണ്ടായിരിക്കും. അതുകൊണ്ട് ഈ ഭീകരരുള്ള മേഖലകളിലേക്ക് എത്താനായി വേഗത്തിൽ സാധിക്കുന്നു. അങ്ങനെ നടത്തുന്ന തിരച്ചിലാണ് ഇപ്പോൾ ഫലം കാണുന്ന വിധത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 4 ഭീകരർക്ക് വെടിയേറ്റു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വെടിയേറ്റ ഭീകരർ സൈന്യം വളഞ്ഞിരിക്കുന്ന മേഖലയ്ക്ക് പുറത്തേക്ക് പോയിട്ടില്ല എന്ന് കരുതാൻ സാധിക്കുമെന്ന് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും തിരച്ചിൽ നടക്കുകയാണ്. കൂടുതൽ സൈനികർ ഈ മേഖലകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഭീകരർ കൂടുതലുണ്ട് എന്ന് ബോധ്യപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള സംയുക്ത സേനാംഗങ്ങളെ കൂടുതലായിട്ട് ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. ക്രിസ്റ്റീന, വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണനാണ്.